ഹലോ ഹായ്. ഇത് ഞാൻ വീണ്ടും അൻഹാസ് ആണ്. നിങ്ങൾക്കറിയാലോ, കാരണം എന്തെങ്കിലും ഒരു സബ്ജക്റ്റും തപ്പിപ്പിടിച്ചിട്ടാണല്ലോ ഞാൻ വരിക. അപ്പം ഒരു പ്രത്യേക ന്യൂസ് എന്നല്ല, ഒരു പ്രത്യേക ടീം മെനക്കെട്ട് അവർ ശ്രമിക്കുന്നുണ്ടല്ലോ. കാരണം എങ്ങനെയെങ്കിലും നാട്ടിലെ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ട്. അങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ കണ്ടു. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാട്ടോ. ഞാൻ എൻ്റെ ടാബ് എടുക്കണം, അല്ലാണ്ട് ഈസി ആയിട്ട് ഷെയറിങ് നടക്കൂല. കാരണം ഇതാണ് എൻ്റെ ആയുധം. എവിടെയാണെന്ന് വെച്ചാൽ ഈ ന്യൂസ് പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പാക് പതാക, 2 പേര് അറസ്റ്റിൽ. പാകിസ്ഥാൻ ഫ്ലാഗ് പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസും ആൾക്കാരൊക്കെ ഫൗണ്ട് ചെയ്യണം. ഓഫ് കോഴ്സ് 2 പേര് അറസ്റ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഏതെങ്കിലും മുസ്ലിം നാമധാരികളാവും അല്ലെങ്കിൽ പാകിസ്ഥാനികളായിരിക്കുന്ന. അല്ല, അത് നൈസാണ്. പേര് നിങ്ങൾ കണ്ടോ? 2 പേര് പേര് ചന്ദർ മലകർ, പ്രഗ്യോജിത് മോണ്ടൽ. അവർ പറഞ്ഞിട്ടുള്ള കാരണം എന്താണെന്നറിയോ? അതായത് പ്രദേശത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനായിരുന്നു ശ്രമമെന്ന് ഇവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. നൈസായിട്ടുണ്ട്. എന്തായാലും നല്ല നേരത്തെ പിടിച്ചോണ്ട് നന്നായി. ആക്ച്വലി ഇവരൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ RSS അനുഭാവികളാണ് ഇപ്പൊ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഒറ്റിക്കൊടുത്തതിലും പിന്നെ കുറെ രഹസ്യങ്ങൾ പാകിസ്ഥാൻ സേനയ്ക്കും ചോർത്തി കൊടുത്തതിലും ഒക്കെ നമ്പർ 1 നിൽക്കുന്നത് ഇവറ്റകളാണ്, ഈ പേരുകളാണ്. ഇവര് പ്രതീക്ഷ എന്താ വെച്ചാൽ പാകിസ്ഥാൻ ഫ്ലാഗ് ഇവിടെ കൊടുന്നിട്ടാല് അവിടെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ കാരണം ഇതിന്റെ ബാക്കിലിട്ടാ. കാരണം ഞാൻ പണ്ടൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, 2 ആടുകൾ തമ്മിലടിച്ച് ഒരാൾ ചത്ത് വീഴുകയാണെങ്കിൽ അതിനെടുക്കാൻ വേണ്ടി ഒരു ചെന്നായമല്ല ചോര കുടിച്ച് നക്കി നിൽക്കുന്നത്. ഇപ്പൊ ഈ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ചെന്നായാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തോ നമ്മൾ മിടുക്കന്മാരായ പോലീസ് അത് പെട്ടപ്പേ എന്നിട്ട് 2 എണ്ണത്തിനെയും പിടിച്ചു. അവരെ സംബന്ധിച്ചു ഞങ്ങൾ കലാപം ഉണ്ടാക്കാനായിരുന്നു, പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു ശ്രമം എന്ന്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇന്ത്യയിൽ കേട്ടിട്ടില്ല. ആരെങ്കിലും പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണലി ഉള്ള പ്രോബ്ലംസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത് പ്രശ്നം ഉണ്ടാക്കുക ഒരു കമ്മ്യൂണിറ്റീനെ മൊത്തം ചോദ്യത്തിന് മുന്നിൽ നിർത്തുക, ആ ഒരു ഉദ്ദേശത്തിലാണ് നടക്കുന്നത്. കാരണം ഒരു ചെറിയ കാര്യങ്ങളല്ല സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പാകിസ്ഥാൻ ഫ്ലാഗ് നമ്മളെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ടിട്ടു, അതൊരു മുസ്ലിം മെജോറിറ്റി പ്രദേശമാണെന്ന് വിചാരിക്കുക, മലപ്പുറം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളവർ എന്താ കരുതുക? അവരാണ് പാകിസ്ഥാന്റെ ആൾക്കാരാണ്, അവരെ കൊല്ലണം. ഈ 2 നായി മക്കൾ എന്നാണ് ഇന്ത്യയിൽ വന്നത്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഈ 2 മക്കളും പ്രതീക്ഷിച്ചത് ഇവിടെ അലമ്പാക്കും, നമുക്ക് ഇറങ്ങി കുറെ ചോര കുടിക്കാം, അങ്ങനെ പ്രതീക്ഷ നിന്നു. പക്ഷേ നേരത്തെ നമ്മളുടെ പോലീസ് അത് തെളിയിച്ചു. ഞാൻ വിചാരിക്കണത് ഇത് ഒരൊറ്റ ന്യൂസ് അല്ല നമ്മൾ കാണുന്നത്. എവിടെ പാകിസ്ഥാൻ ഇന്നാള് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഒരു ലേഡിക്ക് രഹസ്യങ്ങൾ കൈമാറി, അത് ലുഡോ ആപ്പ് വെച്ചിട്ട്. അത് പിടിച്ചത് BJP RSSകാരനായിരുന്നു. പിന്നെ വേറെ ഒരുത്തൻ റീസെൻ്റ്ലി പിടിച്ചത് അവനെന്തോ ആയുധങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു കലവറയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. അവനെയും പൊക്കി. ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഒരു പ്രത്യേക ഇപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് ബോംബൂട്ടി മുസ്ലിംസ്, അവിടെ കൊലപാതകം മുസ്ലിംസ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒറ്റുകാരൊക്കെ എന്തുകൊണ്ട് RSS ആവുന്നു? RSSകാരൊക്കെ ഒറ്റുകാര്. കാരണം അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ, ഒറ്റിക്കൊടുത്ത് പലതും നക്കി കൊടുത്തിട്ടൊക്കെ വന്ന ടീമാണ് ഇവര്. നമുക്കിവരെ പറയാൻ പറ്റില്ല. കാരണം ഇവര് മാക്സിമം ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ അവിടുത്തെ മെജോറിറ്റി ആരാ പ്രശ്നം ഉണ്ടാക്കി? കാരണം ഇപ്പൊ കുറച്ച് ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടന്നല്ലോ ഈ പ്രശ്നങ്ങളുടെ പേരിൽ. പിന്നെ പ്രശ്നങ്ങൾ പേര് നടക്കുന്നുണ്ട്. ഇപ്പോ റീസെന്റ് ബാംഗ്ലൂരിലാവുന്നുണ്ട്, ഒരു നേതാവിനെ, ഒരു ഹിന്ദു നേതാവിന്, എന്തോ പ്രാദേശിക നേതാവാണ്, ആളെ വെട്ടിക്കൊന്നിക്കണം. ആൾക്ക് പോയി. ആള് മുമ്പ് ഒരു കൊലപാതകം ചെയ്തതിന് ആ കുറ്റത്തിനും കൂടിയിട്ടുള്ള ആളായിരുന്ന ആള്.
പക്ഷേ ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാല്, കാരണം ഒരു പ്രത്യേക പേരുകൾ മാത്രമേ ഒറ്റിക്കൊടുപ്പിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ആൾക്കാരുടെ പേര് മാത്രം കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ എൻ്റെ ഒക്കെ സമയത്തിട്ടാ കുറച്ച് മുന്നേ, അപ്പൊ എന്താ ഞാൻ പറയുന്നു, കാരണം എന്ത് പ്രശ്നങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ പരമായിട്ട് പാകിസ്ഥാനോട് കൂറ് പുലർത്തി ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കാരണം ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇന്നത്തെ ന്യൂസ് ആണത്, പാക് പതാക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് എന്താ കരുതുക, ഏതെങ്കിലും പാകിസ്ഥാൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, അത് ഒരു പ്രത്യേക ആൾക്കാർ മാത്രം ഇങ്ങനത്തെ ഒറ്റുകാരായിട്ടും ക്ലീനിങ് പണ്ട് ചെയ്തിട്ടുള്ളതാണ് ക്ലീനിങ്, അതിൻ്റെ വയന്ന് വരികയാണ്. അതൊരു പ്രത്യേക പേരുകൾ മാത്രം. ഇപ്പം ഞാൻ പേര് വായിച്ചല്ലോ, ഞാൻ പേര് വായിച്ചത് ഒന്നുകൂടി പറയാം കേട്ടോ. കാരണം ഡൽഹി അല്ല, ബംഗാളിലല്ലായിരുന്നു, എവിടെയായിരുന്നു പടച്ചോനെ, പശ്ചിമ ബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ പാക് പതാക 2 ഹിന്ദുത്വ സംഘടന പ്രവർത്തകരുടെ അറസ്റ്റിൽ. ഇവിടെ പേര് ചന്ദൻ മലകർ, പ്രഗ്യാജിത് മോണ്ടൻ. നല്ല പേര്, നൈസാണ്. പക്ഷെ ഇതിന്റെ എന്തായാലും പോലീസ് അവർ പിടിച്ച് അറസ്റ്റ് ചെയ്തു, കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇവരെ പോലീസ് പിടിച്ചില്ല എങ്കിൽ എന്തായിരിക്കും നമ്മളെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? കുറ്റുകാര് അവരെന്താ പറയാ മുൻകൂട്ടി, കാരണം പാകിസ്ഥാൻ പതാകയാണ്. അപ്പം മുസ്ലിംസ്, കാരണം ഇപ്പോഴത്തെ ഒരു 98% ആൾക്കാരും വിശ്വസിക്കുന്ന ഈ മുസ്ലിം പേരുള്ളവരൊക്കെ പാകിസ്ഥാനികളാണ്. മാങ്ങ തൊയ്യാണ്. ഞങ്ങൾ മുസ്ലിംസ് എന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിംസ് ആണ്. അത് ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞങ്ങള് ദുബായിൽ നിന്നൊക്കെ മലയാളീസ് പക്കപ്പെടെയാണ്. കാരണം എൻ്റെ റൂം ഷെയറിങ്ങിൽ 2 പാകിസ്ഥാനി ബോയ്സ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അവരോട് കലിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താക്കിന്നറിയോ, വന്ദേ ഭാരത് എന്ന് വൈഫൈയുടെ പേരിട്ട് വൈഫൈ പാസ്വേഡ് എനേബിൾ ഭാരത് മാതാ കി ജയ്. എങ്ങനെയുണ്ട്? നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതികാരങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോയി. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത്, കാരണം നമ്മളെ നാട്ടിലാണെങ്കിലും നോർത്തിലാണെങ്കിലും ഔട്ട് ഓഫ് കേരള ആണെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുന്നുണ്ട്. ഇതിലെന്തോ ഭാഗ്യം, അവിടുത്തെ പോലീസ് എന്തോ ഇവരോട് കൂറുള്ള ആളല്ല. അതുകൊണ്ടാണ് അവർ ടപ്പേ എന്ന അറസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇപ്പം ഇനി കോമഡി ആയിരിക്കും. കാരണം ഞാനിപ്പോൾ അതല്ല ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഓരോ ഒറ്റ പ്രശ്നങ്ങൾ, കാരണം സൈനിക രഹസ്യങ്ങൾ ചോർത്തി, അവിടെ ഇന്നത് ചെയ്തു, ആൾക്കൂട്ട കൊലപാതകം, ഇതൊക്കെ ചെയ്തത് ആരാ? മുസ്ലിംസ് അല്ല. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, പ്രത്യേക ട്രെയിനിങ് നേടിയ ആൾക്കാർ, ക്ലീനിങ്ങിനും ഷൂനക്കലിനും കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് നേടിയ ആൾക്കാർ, അവരുടെ പേരുകളാണ്. ഇപ്പം തന്നെ ആ പശ്ചിമ ബംഗാളിലേക്ക് ഞാൻ വായിച്ച പേരുകൾ എന്തായിരുന്നു? എല്ലാവരും ഒന്നാലോചിച്ചത് നല്ലത്. കാരണം നമ്മളൊക്കെ ഒരേ സഹോദരങ്ങളായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനത്തെ ഓരോ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അതില് നമ്മൾ തമ്മിലുള്ള ഐക്യമാണ് പോണത്. നിങ്ങളൊന്നും കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മുസ്ലിം മെജോറിറ്റി ഇപ്പം മലപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പോസ്റ്റിൽ ഇടുന്നുണ്ട്, അത് കിട്ടുന്നില്ല, നാരകവെള്ളം കിടത്തില്ല, മാങ്ങ തൊലിയാണ്, അവിടെ പോയോക്ക് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കിട്ടും. അത് അങ്ങനെ. പക്ഷെ അവിടെ ഒന്നും മലപ്പുറത്ത് ഇപ്പം എൻ്റെ ഇവിടെ ആണെങ്കിൽ ശരി, ഞാൻ മുസ്ലിമാണ്, ഇവിടെ അപ്പുറത്തും ക്രിസ്ത്യൻസ് ആണ്, ഫ്രണ്ടിൽ ഹിന്ദു അമ്പലമാണ്. ഞാനൊക്കെ അവിടെ പോയിട്ട് ഭസ്മൊക്കെ അവിടേക്കൊക്കെ ഡാൻസ് കളിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ പൊക്കി വന്നിട്ടില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കുത്തിക്കൊണ്ടിരുമ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് പ്രത്യേക ട്രെയിനിയുടെ ആൾക്കാരുണ്ട്. അതൊന്നും എല്ലാവരും സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം ഇന്നത്തെ ന്യൂസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ന്യൂസ് എന്താ, കാരണം എനിക്കിപ്പോൾ അത് ഇഷ്ടമാണ്, ഫൈൻഡ് ചെയ്യലും ആൾക്കാരെ അറിയിക്കലും, അതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ പിന്നെ വരാം.